കയ്യിലുള്ള മാമ്പഴമൊക്കെ തീരുന്നതിന് മുമ്പ് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ 2 മാമ്പഴേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാനത് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് വേവിക്കാനായിട്ട് വെക്കണം. പാകത്തിന് വെള്ളവും ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ ഒരു കഷ്ണം ശർക്കരയും കറിവേപ്പിലയും ഇട്ട് വേവിക്കണം. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര പാനിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് തേങ്ങ ചിരണ്ടിയതും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനായിട്ട് കുരുമുളകും, നമുക്ക് പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, അല്ല കാന്താരി ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. അതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. ജീരകവും അരപ്പും ഇടണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഈ അരപ്പ് നേരെ നമ്മൾ കറിയിലോട്ട് അങ്ങ് ഇടുക. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നേരെ നമ്മുടെ തൈരും കൂടി അങ്ങോട്ട് ഇടുക. തൈരും കൂടി ഇട്ട് കഴിഞ്ഞ ശേഷം കടുക് വറക്കലാണ് മതി. കടുക് അങ്ങോട്ട് നന്നായിട്ട് വറുത്ത് അതിൻ്റെ മുകളിൽ അങ്ങ് വെതറി അങ്ങ് കൊടുക്കുക. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല രുചിയാണ്. അപ്പോൾ മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ വേഗം തന്നെ എല്ലാവരും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.